സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. പരക്കാട് സെന്റ് ജോർജ് പള്ളിയിലെ സെന്റ് മേരീസ് കപ്പേളയുടെ വെഞ്ചരിപ്പ് നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനും ദിവ്യകർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിനുമായി ഈ കപ്പേള റൂഷ്മാ ചെയ്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇതിന്റെ പൂജ്യതയ്ക്കിണങ്ങാത്തതൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായി ഭവനം വൃത്തിയായി നിർമ്മലമായും സൂക്ഷിക്കപ്പെടട്ടെ. ഈ കപ്പേള നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും ഈ നാടിനും ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന നടന്നു. തുടർന്നാണ് വെഞ്ചരിപ്പ് കർമ്മം നടന്നത്. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. കൈക്കാരന്മാരായ കുഞ്ഞുമോൻ കുന്നുമേൽ, മാർട്ടിൻ കാരന്താനം, കൺവീനർ ബെന്നിച്ചൻ പഴയംപള്ളിൽ, വികാരി ഫാദർ ചാക്കോ ചിറമൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ മംഗളദിനത്തിൽ ദൈവത്തിന്റെ വലിയ പരിപാലനയിൽ നമ്മുടെ ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേദിയൊരുക്കിയ ഈ കപ്പേള നവീകരിച്ച് ഇന്ന് അത് പുനർപ്രതിഷ്ഠിക്കപ്പെടാൻ പോകുകയാണ്. ഈ കഴിഞ്ഞ കാലം അത്രയും ഈ പുണ്യ സ്ഥലത്ത് നിന്ന് ദൈവത്തിൻ്റെ കൃപകളും കാരുണ്യവും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. പ്രവർത്തിക്കുന്നത് ദൈവമാണ്, നമ്മെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്, നമുക്ക് സൗഖ്യം നൽകുന്നത് ദൈവമാണ്. ഈ കപ്പേള അവിടുത്തെ ഓർക്കുവാനും അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനും അവിടുത്തെ മുമ്പിൽ നമ്മളുടെ നിയോഗങ്ങൾ വയ്ക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുമുള്ള ഇടമാണ്. Flag salute. Yes. എല്ലാവരും കൈയടിക്കുക. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.